ഇനിയും ലോകം കണ്ട വലിയൊരു സംഗീതകാരനെ ഓർക്കുകയാണ് ഇന്ന്. മൈക്കിൾ ജാക്സന്റെ ഓർമ്മകളിലാണ് ലോകം ഇന്ന്. സംഗീതത്തിന്റെ മാസ്മരതാളം ശബ്ദരഹിതമായിട്ട് ഇന്ന് 2 വർഷം. മൺമറഞ്ഞിട്ടും ബാക്കിയാക്കിയ ദൃശ്യസാക്ഷ്യം ജാക്സനെ ഇന്നും ആരാധകരെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. സ്റ്റാപ്പിൾ സെന്ററിൽ നടന്ന അനുസ്മരണ ചടങ്ങിനിടെ ജാക്സനെ ഓർത്ത് മകൾ പാരിസ് വിതുമ്പി. നേരിട്ടും ടെലിവിഷനിലൂടെയും സാക്ഷികളായ ലക്ഷക്കണക്കിന് ആരാധകരിലേക്ക് പടർന്ന വിതുമ്പൽ 2 വർഷം എത്തുമ്പോഴും ആ സങ്കട കാഴ്ച നേർത്തതാകുന്നില്ല. മൈക്കിൾ ജാക്സൺ എന്ന ഓർമ്മയും. അരക്ഷിതമായ ബാല്യം, സ്വയം കണ്ണാടി നോക്കാൻ പോലും മടിച്ച രൂപം, കറുത്തവനെന്ന ബോധം. പക്ഷേ വേലിക്കെട്ടുകൾ തകർത്തെത്തിയ അവനായി ലോകം കരുതിവെച്ചത് പോപ്പ് സംഗീതത്തിന്റെ ഭ്രമാത്മക ലോകമായിരുന്നു. മൈക്കിൾ ജാക്സൺ അത് തുടങ്ങിവെച്ചതാകട്ടെ 11ന്റെ ചെറുപ്പത്തിലും. ചടുലമായ വഴക്കങ്ങളോട് സംവദിക്കാൻ സാധാരണക്കാരനെ പ്രാപ്തനാക്കിയതോടെയാണ് മൈക്കിൾ ജാക്സൺ ഇതിഹാസമാകുന്നത്. ജാക്സന്റെ സംഗീത സംഘത്തിലെ ജെർമിയാന്റെ വാക്കുകൾ കടമെടുക്കാം. മൈക്കിൾ ജാക്സൺ ലോകത്തിനുള്ള ദൈവത്തിന്റെ സമ്മാനമായിരുന്നു. മൈക്കിൾ ജാക്സൺ ലോകത്തിനുള്ള ദൈവത്തിന്റെ സമ്മാനമായിരുന്നു. ദൈവം അവന് ലോകം നൽകി. ഒരിക്കൽ ദൈവം തന്നെ അവനെ തിരിച്ചു വിളിച്ചു. Michael is loved around the world because he's God's gift to the world. God gave him to the world and God took him back. പാട്ടിന്റെയും ആട്ടത്തിന്റെയും അരങ്ങിൽ മൈക്കിൾ ജാക്സൺ ഇന്നും മാതൃകയാണ്. അതുകൊണ്ടാവാം ജാക്സനെ പോലെയാകാൻ കൊതിക്കുന്ന തലമുറകളുടെ പിറവി തുടരുന്നതും. ന്യൂസ് ഡെസ്ക് മനോരമ.